IS റിക്രൂട്ട്മെന്റും മതരാഷ്ട്രവാദവും സംബന്ധിച്ച പി ജയരാജന്റെ പ്രസ്താവന അംഗീകരിക്കാൻ ഭയന്ന് CPM നേതൃത്വം. പ്രസ്താവനയെ തള്ളി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്ന ആവശ്യവുമായി ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനമായ സോളിഡാരിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നിലപാട് ആവർത്തിച്ച് പി ജയരാജൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരുന്നു. തിരുവോണനാളിൽ പി ജയരാജന്റെ തുറന്നു പറച്ചിൽ പ്രാദേശിക ചാനലിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ പല മാധ്യമ സ്ഥാപനങ്ങളും അതിനെ തമസ്കരിക്കാൻ ശ്രമിച്ചപ്പോഴും ജനം TV ജയരാജന്റെ വാക്കുകളുടെ കാലിക പ്രസക്തി തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റുപിടിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ദീപിക പി ജയരാജന്റെ വാക്കുകളെ ആസ്പദമാക്കി മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. ഇതിനുള്ളിൽ തന്നെ ജയരാജന്റെ പ്രസ്താവനയിൽ അസ്വസ്ഥരായ മതരാഷ്ട്രവാദികളെ പിന്തുണയ്ക്കുന്ന പാർട്ടി അംഗങ്ങളിൽ നിന്ന് പാർട്ടിക്കുള്ളിലും പുറത്തുനിന്ന് പാർട്ടിയുമായി ധാരണയിൽ പോകുന്നവരിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിനും ശക്തമായ സമ്മർദ്ദമുണ്ടായി. അതിന്റെ അലയൊലികളുടെ ശക്തി പി ജയരാജൻ ഇന്ന് പതിച്ച FB പോസ്റ്റിൽ നിന്ന് വ്യക്തം. എന്നാൽ പ്രസ്താവനയിൽ നിന്നും പി ജയരാജൻ അല്പം പിന്നോട്ടു പോയെങ്കിലും വഖഫ് ബോർഡ് നിയമന വിഷയത്തിലെ തർക്കത്തെ തുടർന്ന് മുസ്ലിം പള്ളിക്കകത്ത് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും മതവികാരം ഇളക്കിവിടുന്ന വർഗീയ പ്രവർത്തനം നടത്തിയെന്നും തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം മുസ്ലിം പള്ളിയായി പരിവർത്തനം ചെയ്തതിനെ മുസ്ലിം ലീഗ് പിന്തുണച്ചതും പി ജയരാജൻ എടുത്തു പറയാൻ മറന്നില്ല. എന്നാൽ ദീപികയുടെ മുഖപ്രസംഗത്തെ പരിഹസിച്ചു തള്ളുന്നതുകൂടിയായിരുന്നു FB പോസ്റ്റ്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ EP ജയരാജൻ പി ജയരാജനെ തള്ളി തീവ്രവാദ ശക്തികളെ ചെറുക്കുന്നതിൽ കേരളം ഒന്നാമതെന്ന വാദവുമായി രംഗത്തെത്തിയത്. ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങൾ ഇതിനിടെ പോപ്പുലർ ഫ്രണ്ടിനെയും IS-നെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്തും രംഗത്തെത്തി. സോളിഡാരിറ്റി ആകട്ടെ പി ജയരാജന്റെ കയ്യിലെ തെളിവുകൾ ചോദിച്ചും സർക്കാർ വിശദീകരണം ആരാഞ്ഞും മുമ്പ് നൽകിയ തിരിച്ചടികൾ ചൂണ്ടിക്കാട്ടിയും പാർട്ടിയെയും സർക്കാരിനെയും വിരട്ടാനാണ് ശ്രമിച്ചത്. ഇതേസമയം VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ പി ജയരാജന്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാട് ചോദിച്ചെങ്കിലും പി ജയരാജന്റെ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് പോലും പറയാൻ തയ്യാറായില്ല. ഇത്രയും ചർച്ചകൾക്കിടയിൽ കണ്ണൂരുകാരായ 4 യുവാക്കൾ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടി മരിച്ചത് ഗൗരവതരമായി കാണണമെന്ന പി ജയരാജന്റെ വാക്കുകൾ ബോധപൂർവം മറക്കാൻ ശ്രമിച്ചതും ശ്രദ്ധേയമായി. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.